ഞാൻ നോക്കിക്കേ. ഞാൻ മേടിച്ചു. അതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ തെറ്റു കേട്ടോ. 1 2 3 4 7 സാരി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷം തേച്ചതാ. വല്ലാത്ത അവസ്ഥ. അല്ല, എപ്പോഴും ഒരു സംഗതി മേടിക്കുമ്പോൾ 2 പ്രാവശ്യം ചിന്തിച്ചേച്ചേ മേടിക്കും. പക്ഷെ ചില സംഗതികൾ എനിക്ക് ആർഭാടാന്ന് തോന്നണത് ചിലർക്ക് നെസസറി ആയിരിക്കും. അതെ അതെ അതെ. ഇപ്പൊ എനിക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വെറും യൂസ്ലെസ് ആ. അതാണോ? പ്രേക്ഷകരെ ഏതാ പിക്ക് ചെയ്യണേന്നൊന്ന് പറയണേ. അവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കുമല്ലേ, ഏതാ വേണ്ടെന്ന് ചോദിച്ചപ്പോ നല്ല രസം. ആദ്യമായിട്ട് ഇതൊക്കെ പിടി വന്നു കഴിഞ്ഞാൽ മെനകട. കൈ ഇട്ടോ ഒന്നുകൂടി നിന്നേങ്ങനെ. നല്ല രസമുണ്ട് ഉള്ളിൽ നിന്ന് നോക്കുമ്പോലെ. ചില സംഗതികളുണ്ടല്ലോ, അത് നമ്മൾ നേരിട്ട് കാണുന്നതിനേക്കാളും ക്യാമറയിലൂടെ കാണുന്നതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും അല്ലെ. ഈ ഒരു വ്യൂ, അത് ആ വീടിന്റെ കളർ കോമ്പിനേഷൻ, ഐവറി, പിന്നെ അതുപോലെ തന്നെ ജനലിന്റെ കളർ, പിന്നെ ഇപ്പൊ കർട്ടന്റെ കളറൊക്കെ ആയിട്ട് നല്ലൊരു മാച്ചിങ് വന്നപ്പോ ഒരു പ്രത്യേക ഭംഗി തോന്നി ഞാൻ എടുത്തതാണ് കേട്ടോ. അന്നേരം അമ്മ ഓടി വന്ന് നിന്നതാ. നോക്കിക്കേ. ഒന്ന് അതാണ് ഏറ്റവും പുതിയത്. 2 അത് കഴിഞ്ഞിട്ടുള്ള, അതിന് മുമ്പുള്ളത്. ഇതൊക്കെ പഴയത്. അത് വളരെ ഓൾഡാ. എന്നാ ഇത് വെക്കാം. അതാണ് കുറച്ചും കൂടി ന്യൂ. അതെ, അത് ഞാൻ മേടിച്ചതല്ലേ. ഇത് നീ മേടിച്ചതാ. ഇത് നീ മേടിച്ചതാ. അതെ അതെ അതെ, ഇത് നീ മേടിച്ചതാ. അതും ഞാൻ മേടിച്ചു. അതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ തെറ്റു കേട്ടോ. 1 2 3 4 ഇത് ഞാൻ മേടിച്ചതാ. 5 ഇത് നീ മേടിച്ചതാ. 6 ഇത് നീ മേടിച്ചത്. 7 കൂട്ടത്തില് ഞാൻ മേടിച്ചതാണല്ലോ കൂടുതൽ. അപ്പൊ 7 എണ്ണം ഞാൻ 8 എണ്ണം കേട്ടോ ഓർത്തതാ. 7 എണ്ണം ഇത് മുളന്തിരിച്ചിന്ന് മേടിച്ചാട്ടോ. സരികേലി ഇത്. ഓരോ സാരിയുടെയും വേണമെങ്കിൽ കഥ പറഞ്ഞോ? ഇല്ല, കഥ പറയാനൊന്നുമില്ല. അതേതോ വെഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ചതാന്ന് തോന്നുന്നു. അത് രണ്ടും അല്ലേ? ഇത് സിമ്പിള് മേടിച്ചോണ്ട് വന്നതാ. സിമ്പിള്. അപ്പൊ 4 3 7 സാരി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷം തേച്ചതാ. വല്ലാത്ത അവസ്ഥ. അല്ല, വല്ലാത്ത അവസ്ഥയല്ല. ഇത് ഒരുപാട് ഇങ്ങനെ ചൗണ്ടല്ല, ചുരുണ്ട് പോയായിരുന്ന. അപ്പൊ ഇത് കോട്ടാസാരിക്ക് ഒരു ഇതുണ്ട്, സിൽക്ക് പോലെയല്ല. നമ്മളെയും സ്ട്രെയിറ്റ് ആയിട്ട് അത് ഉടുത്തേച്ച് പിന്നെ ചുരുള് വീണ് കഴിഞ്ഞാൽ പിന്നെ സുഖമില്ല. പ്ലേറ്റ് എടുക്കണതെല്ലാം ചുരുങ്ങിയിരിക്കും. അപ്പൊ അതൊരു 4-5 ഉടുപ്പ് കഴിയുമ്പോൾ പിന്നെ അത് നീറ്റാക്കി വെക്കണം. ഇത് ആരോ മാംഗോ ഫെസ്റ്റിന്റെ ഇതില് ഈ സാരി നല്ലതാന്ന് പറഞ്ഞ ഇത് 2 കൊല്ലമായ സാരി കേട്ടോ. ഇവള് മേടിച്ചോണ്ട് വന്നതാണ്. പോത്തീസിന്ന് മേടിച്ചാണ്. ഇത് ഫ്ലോറൽ ഇറങ്ങിയിടയ്ക്ക്. അത് ഞാനിങ്ങനെ ഉടുക്കുമെങ്കിലും ഞാൻ ഉടുത്തതിന് ശേഷം ചിലപ്പോ ഒരു പണിയുണ്ട്. ഞാൻ ചില സാരികളൊക്കെ ഉടുത്തേച്ച് ഇതുപോലെ വെയിലൊക്കെ കൊള്ളിച്ച് മടക്കി വൃത്തിയാക്കി വെച്ച് തേച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനത് എടുക്കാതെ വെച്ചേക്കും. ഉടുത്ത തന്നെ പിന്നെ ഇങ്ങനെ നിങ്ങൾ വീഡിയോയിൽ കാണാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ സാരി മാറാൻ പറയുമ്പോൾ ഞാൻ ഉടുത്ത് തന്നെ വീണ്ടും എടുത്ത് ഉടുക്കണതാണ്. അതുകൊണ്ടാണ് കാണാത്ത. സാരി കോട്ടാസാരികളാണ് സാധാരണ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ 7 സാരി ഇന്ന് തേച്ചതാട്ടോ. ഡിസ്പ്ലേ കാണിച്ചതാ. ഇനിയിപ്പൊ നാളെ പുറത്തേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഉടുക്കണം. ഞാൻ ഓർത്തിരിക്കണ ഇത് ഉടുക്കാന്ന്. ഇതല്ലെങ്കിൽ ഇത് ഉടുക്കാം. ഉടുക്കാം. വെള്ളമയം ഉടുക്കണില്ല. ഇതൊക്കെ പള്ളിയിൽ ഉടുക്കാനുള്ള ഉദ്ദേശിച്ചുള്ളത്. ആ 2 വെള്ളമയം. ഓക്കെ, അടിപൊളി. ഇപ്പൊ സാരി ഓർഗനൈസ് ചെയ്യാനായിട്ട് ഈ ബാസ്ക്കറ്റ് അല്ല, പക്ഷെ സാരി ഓർഗനൈസർ എന്ന് പറഞ്ഞ സാധനം കിട്ടും കേട്ടോ. അത് ഓൺലൈനിലാണോ? ഓൺലൈനിലാ. അതില് വേണമെങ്കിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സേഫ് ആയിട്ട് അലമാരിക്കകത്തിരിക്കും. അങ്ങനെ വേണമെങ്കിൽ മേടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നോക്കാം അലമാരിയിൽ. പിന്നെ അത് നോക്കട്ടെ. ഒരേ പാറ്റേണിലുള്ള സാരിയോ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അത് കണ്ടു കഴിയുമ്പോ പിന്നെ അലമാരി അത് വേറെ ഇതില് നമ്മള് പഴയ ആൾക്കാരല്ലേ. അപ്പം ഞാൻ നോക്കട്ടെ, വേണമെങ്കിൽ പറയാം. ഞാൻ എപ്പോഴും ഒരു സംഗതി മേടിക്കുമ്പോൾ 2 പ്രാവശ്യം ചിന്തിച്ചേച്ചേ മേടിക്കും. നമ്മുടെ ഹാർഡ് ഏൺ മണിയല്ലേ. പൈസ മുടക്കണം മാത്രമല്ല, അതിന് നമ്മൾ ചിലപ്പോൾ മേടിച്ചിട്ട് ഉപയോഗിക്കില്ലെങ്കിൽ ആ പൈസ വെറുതെ പോവുക. അപ്പം എനിക്ക് ആവശ്യമെന്നുള്ള സംഗതി ഞാൻ ഇച്ചിരി പൈസ കൂടുതലാണെങ്കിലും മേടിക്കും. ആവശ്യമില്ല എന്നുള്ള സംഗതി ഞാൻ മേടിക്കാറുമില്ല. അതിപ്പോൾ ഓരോ മനുഷ്യർക്ക് ഓരോ കാഴ്ചപ്പാടുകളാണ്. ചില സംഗതികൾ ചിലർ വിചാരിക്കും അത് ആർഭാടാന്ന്. പക്ഷെ നമുക്കത് ജെനുവിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മളത് വാങ്ങിക്കണം. പക്ഷെ ചില സംഗതികൾ എനിക്ക് ആർഭാടാന്ന് തോന്നണത് ചിലർക്ക്
നെസസറി ആയിരിക്കും. അതെ അതെ അതെ. ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിൽ. അപ്പൊ എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാമെങ്കിൽ ഞാൻ മേടിക്കും. എല്ലാവർക്കും ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് ഡിഫറെന്റ് അല്ലേ? പല രീതിയിലാ. ഇപ്പൊ എനിക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വെറും യൂസ്ലെസ് ആയിരിക്കും. അതെ അതെ. അത് മിക്കതും അങ്ങനെയാ. അത് ജനറേഷൻ ഗ്യാപ്പ് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ തലമുറയിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ. ഞങ്ങളൊക്കെ കുറെ ബാക്കാ. ഇപ്പൊ എല്ലാം അപ്ഡേഷൻ, പുതിയ പുതിയ ലൈഫല്ലേ, രീതികൾ. അപ്പൊ ഒരുപാട് ഞാൻ കാണാത്ത സംഗതികൾ തന്നെ പലതും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനി ഞാൻ അലമാരിയിൽ അടുക്കി വെക്കട്ടെ. ഇപ്പൊ ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഒരെണ്ണം പിക്ക് ചെയ്യാവോ? എന്നോടാണോ പറഞ്ഞത്? അതാണോ? പ്രേക്ഷകരെ ഏതാ പിക്ക് ചെയ്യണേന്നൊന്ന് പറയണേ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക്. എല്ലാം കോട്ടാ സാരി അല്ലേ? നെറ്റ് കോട്ട. കാരണം അത് പിക്ക് ചെയ്തതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. അതിന് ഇച്ചിരി കട്ടിയുണ്ട്. അതല്ലേ? ഇത് ഇഷ്ടാ. പക്ഷെ ഇത് കുറെ പഴകി നല്ല ഷൈനിങ് ഉണ്ട് അതിന്. ഇത് 7-8 കൊല്ലായി സരികേലയാ. സ്റ്റാർച്ച് വല്ലതും മുക്കാറുണ്ടോ? ഇല്ല. അത് ഇത് നെറ്റ് കോട്ട, അതിൽ സ്റ്റാർച്ച് പിടിക്കൂല. ഈ കോവിഡ് ഏത് വർഷാ പറഞ്ഞേ? 2020. 19 അവസാനം. കോവിഡിന് ഒരു ഏതാണ്ട് ഇച്ചിരി മുമ്പ് മേടിച്ചാണ്. ഇപ്പൊ അത്രയും നാളായിട്ടുണ്ടല്ലോ. അപ്പൊ കൊറേ കൊല്ലായി. 5-6 വർഷമായി. 6-7 കൊല്ലായി ഇപ്പൊ ഇത്. ഓക്കെ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്നറിയോ? ആ റോസ് അല്ല, പിങ്ക് അല്ല, ആ ബ്ലൂവിന്റെ അടുത്തിരിക്കണ പർപ്പിൾ റോസസ്. നല്ലതാണ്. അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എനിക്കറിയാം. കാരണം അതിന് കട്ടി കുറവാ. എനിക്ക് കട്ടി കുറവായതുകൊണ്ട് അത് ഇഷ്ടം. എനിക്ക് ഇച്ചിരി കട്ടി വേണം. അമ്മയ്ക്ക് നല്ല പൊറന്ന് വിസറി പോലെ ഇരിക്കുന്ന സാരിയാണ്. ഇന്നാള് ഞാൻ ഇത് മേടിക്കാൻ പോത്തീസി പോയപ്പോ ഇത് എടുത്തോണ്ടാ പോയാ. അപ്പൊ ചെന്ന വഴി തന്നെ കുറെ സബ്സ്ക്രൈബേഴ്സ് അവിടുത്തെ സെയിൽ ഗേൾസും ഉണ്ട്, ജെൻസും ഉണ്ട് അവിടുത്തെ. അപ്പൊ അവര് വന്നേച്ച് പറയാ, മാഡം ഈ സാരി ഉടുത്തോണ്ടാണല്ലോ വന്നേക്കണം. എന്നിട്ട് അവര് പറയുവാണ്, ഇങ്ങനെ ഉടുത്തിങ്ങനെ വരുമ്പോ നല്ല ഭംഗിയാ മാഡം നടത്തുന്നത് എന്നൊക്കെ കുറെ പൊക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഇവിടെ തന്നെ സാരി എടുക്കാൻ വന്നേന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഭയങ്കര ചിരി. വീഡിയോ ഒക്കെ റെഗുലറായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കുമല്ലേ, ഏതാ വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയത് ഞാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കാം, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. ഇന്നാള് ഞാൻ ഷീമാട്ടി കയറിയപ്പോ ആ ഓറഞ്ച് സാരിയില്ലേ, ഈ ഓറഞ്ച് ഇതാ, ആ സെയിം കളറിന്റെ ബോർഡറില് ഡാർക്ക് പർപ്പിള് നല്ലതായിരുന്നത്. ഡാർക്ക് പർപ്പിള്, ഇതാ ഡാർക്ക് വയലറ്റ്. ബോർഡറിന്റെ ആ കളറിന് പകരം ഡാർക്ക് വയലറ്റ്. ഇവിടെയോ ഓറഞ്ച്, ഈ കളർ ഇത് തന്നെ. ഈ സെയിം സാരിയാണോ? സെയിം സാരി. വേണ്ട. അത് പക്ഷെ നല്ലതായിരുന്നു ആ ഒരു കളർ കോമ്പിനേഷൻ. അതല്ല, എനിക്കുള്ള സാരി തന്നെ പിന്നെ മേടിക്കണേൽ അർത്ഥമില്ല. കോട്ട സാരി കളർ ഡിഫറെന്റാ അല്ല, എന്നാലും വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഓക്കെ.